ഒച്ച ഉണ്ടാക്കരുത്. ഞാൻ ഉപദ്രവിക്കാമെന്നല്ല, ഒന്ന് കാണാൻ വേണ്ടി മാത്രം. വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് അറിയാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്കാം. ഇവിടെ ഈ മുറിക്കകത്ത് നിങ്ങൾ എങ്ങനെ കയറി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആനി. എന്റെ പേരെങ്ങനെ മനസ്സിലായി? പേര് മാത്രമല്ല, ആനിയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. ആനി നൃത്തം ചെയ്യാറില്ലേ? ആനി അറിയാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആനിയെ നോക്കി നിന്നിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? ആദ്യം കണ്ട നിമിഷം തന്നെ ആനിയുടെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. തുറന്നു പറയാൻ പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആനിയെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കില്ല. ആനി ആകാശത്ത് തിളങ്ങി നിൽക്കുന്നൊരു വെള്ളി നക്ഷത്രമാണ്. ഞാനൊരു പുൽക്കുടി. തെറ്റാണ് ഞാൻ ചെയ്തത്. മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അവൾ അറിയാതെ കയറി ചെല്ലുക പൊറുക്കാനാവാത്ത തെറ്റാണ്. ആനി എന്നെ ശിക്ഷിച്ചോളൂ. ബഹളം വെച്ച് വീട്ടുകാരെ ഉണർത്തി എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സമാധാനത്തോടെ ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. ഇന്ന് ആനിയുടെ ബർത്ത്ഡേ അല്ലേ? അതെ, എനിക്കറിയാം. മെയ് 21. ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നൊരു ഡേറ്റാണ്. അതുകൊണ്ടുകൂടിയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഇന്ന് ആനിയെ കണ്ടേ തീരുമെന്ന് എനിക്ക് തോന്നിയത്. ക്ഷമിക്കുക. ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ പേരെന്താ? ടോണി ലോയിസ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഒരു രാത്രി മുഴുവൻ നഗരത്തിലെ പോലീസുകാർ ഒരുമിച്ച് വലവീശിയിട്ടും ഒരു ചിന്ന കള്ളനെ പിടിക്കാൻ സാധിച്ചില്ലല്ലോ സാറേ. മോശം. എവിടുന്നാണ് സംസാരിക്കുന്നത്? എന്ത് മണ്ടൻ ചോദ്യമാ സാറേ ഇത്. ഏതെങ്കിലും ഒരു കള്ളൻ ഇതിന് മറുപടി പറയൂ? പിന്നെ എന്നു മുതലാ നമ്മുടെ പോലീസ് കള്ളനെ പിടിക്കാൻ വേറൊരു കള്ളന്റെ സഹായം തേടി തുടങ്ങിയത്? ഇത്തരം ചീപ്പ് മാർഗങ്ങളല്ലാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതാണ് അന്തസ്. കാണാം. ഇതെന്ത് ജോലിയാ സാറേ നിങ്ങളുടെ? ഇന്നലെ ആണെങ്കിൽ വന്നില്ല, മിനിയാന്ന് പകല് മുഴുവൻ കിടന്നുറങ്ങി. ഇങ്ങനെയായി ശരിയാവില്ല. സാർ ഒരു കല്യാണം കഴിക്കണം. കല്യാണം ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എൻ്റെ ജാനകിയമ്മേ. ആരും പറയണ്ട. എന്തായാലും ഞാൻ സാറിനെ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ. ഓളത്തിലിട്ട പൊങ്ങുതടി പോലെയുള്ള സാറിൻ്റെ ഈ പോക്ക് അങ്ങ് നിർത്തണം. സാറാ സുരേന്ദ്രൻ വക്കീലിൻ്റെ മോളെ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടിയാ, നല്ലോണം പഠിപ്പുണ്ട്. സാറിന് ചേരും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നെ കല്യാണം കഴിപ്പിച്ചേ തീരുമെന്ന് ജാനകിയമ്മക്ക് എന്താ ഇത്ര നിർബന്ധം? പിന്നെ ആരാ സാറേ ഇതൊക്കെ നോക്കാൻ? ബന്ധുക്കളില്ല, നല്ല കൂട്ടുകാരില്ല. ആരും ഇല്ലാതിരിക്കുന്നത് ആ സുഖം. അതില്ലാത്തത് കൊണ്ട് തോന്നുക. ഒരു കല്യാണം കഴിച്ച് 5-6 മക്കളൊക്കെ ആകുമ്പോൾ ഈ തോന്നലൊക്കെ അങ്ങ് പോവും. അതൊക്കെ ഇനി അടുത്ത ജന്മത്ത് മതി. ജാനകിയമ്മ പോയി കടുപ്പത്തിലൊരു ചായ ഉണ്ടായിക്കൊണ്ടുവരും. പതുക്കെ ഇവിടെ പിടിച്ച ഇവിടെ. ആഹാ, കിടപ്പാണോ? ഓ എന്റെ കർത്താവേ, എന്തു പറ്റിയടോ? ഒന്നും പറയണ്ട സാറേ. ലോറിന്ന് ചുമ്മാ ലോഡ് ഇറക്കിയപ്പോ വെറുതെ ഒന്ന് നെഞ്ചും തല്ലി വീണു. ചുമ്മാ ലോഡ് ഇറക്കി വെറുതെ വീഴേ? കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലല്ലോ. സത്യമാ സാറേ. അത് പോട്ടെ, നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? സാറ് പറയുന്ന പോലെ ആളൊന്നും ഈ നാട്ടിലില്ല. ആര് പറഞ്ഞു? ഇന്നലെ രാത്രി അവൻ ഇവിടെ ഉണ്ട്. 19 പോലീസുകാരെ ഈ ടൗൺ മുഴുവൻ കറക്കി ഓടിച്ചില്ല അവൻ. എന്നിട്ട് അവന്റെ പാട്ടിന് പോയി. 19 പോലീസുകാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ ഒരുത്തം വിചാരിച്ചിട്ട് എങ്ങനെ നടക്കാനാ? എന്നെ ഒന്ന് വിട്ടേക്ക് സാറ്. അത് ശരി, അപ്പൊ നീ ഒഴിയാണ് അല്ലേ? സാറിന് അത്ര നിർബന്ധമാണ് എന്നെ കൊണ്ട് 2 ഇടി ഇടിച്ചോ? അതിപ്പോ നീ പറയണ്ട, ഞങ്ങൾ ചെയ്തോളാം സമയമാകുമ്പോ, കേട്ടോ? സംഗതി അതൊന്നും അല്ല കേട്ടോ. മറ്റവൻ ശരിക്ക് പെരുമാറി കാണും.
അങ്ങനെയാണെങ്കിൽ ഇത് വെറും സാമ്പിൾ വെടിക്കട്ടാ. 10, 12, 14, 15 നിലയുള്ള ഇനി പൊട്ടാൻ കെടുക്കുന്നുള്ളൂ പിള്ളേ. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളി. എന്തിന്? പോലീസിന്റെ കൈപ്പെട്ടാല് പോലീസ് ഇല്ലാത്ത നാടുണ്ടോ? എവിടെ പോവാൻ? കുടുങ്ങി. എന്തേ? ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു, അങ്ങനെ വന്നതാ. ഞാൻ ശല്യപ്പെടുത്താലോ. ഏയ്, ഇതെന്റെ ഫ്രണ്ടാ ജമാല്. ജമാൽ. ഈ കുട്ടി ആരാ? ഈ- 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 എന്റെ പേര് ആനി. ആനി, ആനി, ആ. ആനി. അന്ന് ഞാൻ കാണിച്ച ധൈര്യം ഓർക്കുമ്പോ എന്ന്? ടോണിക്ക് എവിടെ ജോലി? ടോണി? അതെ, ടോണി ലൂയിസ് എന്നുള്ളത് എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ. ലൂയിസാ? എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് അറിയില്ലല്ലേ? ആ, ആ, ആ. ഓ. ഞാൻ കസ്റ്റംസിലാണ്. ആ, ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. കസ്റ്റംസിലാണല്ലേ? അതെ അതെ, ഞാനിപ്പോഴും ഡ്യൂട്ടി തന്നെ. സംശയം തോന്നിപ്പിക്കുന്ന വല്ല വള്ളമോ ബോട്ടോ കപ്പലോ കണ്ടാൽ കണ്ടാൽ ഉടനെ ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇടി വെടി, പൊതുവെ റിസ്കി ജോബാ. ആനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് പേടിച്ച് കാണൂല്ലേ? ഞാനപ്പോൾ പറഞ്ഞതൊക്കെ അവിവേകമായി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ളത് പറഞ്ഞില്ലേല് വല്ലാതെ വീർപ്പ് മുട്ടും. അതുകൊണ്ടാ. ടോണി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ. നല്ല മനോഹരമായ സായാഹ്നം. ചക്രവാളത്തിന് എന്ത് ചോപ്പ്, ആനയുടെ കവിൾത്തരം പോലെ. നല്ല സാധനമാണ് സാർ, ഒരു സംശയവും വേണ്ട. അമേരിക്കയിലൊക്കെ ഇതിനിപ്പോ വലിയ ഡിമാൻഡാ. എപ്പോ കിട്ടും? വിവരം അറിയിച്ചാൽ മതി, പാർട്ടി ഉടനെ ബോംബെ നിൽക്കും. ശരി, വരാൻ പറ. ഓക്കെ സാർ. എന്റെ ഉമ്മ ഇതും കഴിക്കണ? ഇപ്പൊ തന്നെ ഫുള്ളായി. ഇടയ്ക്കൊന്ന് ഫുള്ളാവുന്നത് നല്ലതാ. നിങ്ങളൊന്നും കഴിച്ചില്ലല്ലേ? ജമാല് കഴിക്കുന്നത് കാണുന്നതാ എന്റെ സുഖം. ആരുടെ പേരില റിസർവേഷൻ? പ്രതിമ ജോഷി. എവിടുന്നാ വരുന്നത്? ബോംബെ അഡ്വാൻസ് വേണം? വേണ്ട, റൂം എടുക്കുമ്പോൾ തന്നാൽ മതി. ഓക്കെ, താങ്ക്സ്. ജമാലെ, ഇവൻ ആരാണെന്നറിയോ? ഇല്ല. ഇവനാണ് ജോർജ്. ആളെ കൊല്ലുന്ന മയക്കുമരുന്ന് കച്ചവടമാണ് ഇവന്റെ തൊഴിൽ. ഞാനിപ്പോ വരാം. You still here? Why don't you go? मैडम, ही परचेज. मैंने पहले ही कह दिया ना, तुम रात को आओ. अभी मेरे पास कुछ भी नहीं है. ദാറ്റ് ഈസ് കറക്റ്റ് മാഡം. ചരക്ക് സാറിന് തന്നെ കിട്ടുമെന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി. क्या उरपो? मुझे बिल्कुल नहीं समझता तुम्हारा लैंग्वेज. I'll take the money when I give you the material in the night. രാത്രി സാധനം കിട്ടും, അപ്പൊ കാശ് കൊടുത്താൽ മതിയെന്നാ. ഓ, മൈ കാർഡ്. ഓക്കെ മാഡം, സി യു ഇൻ ദ നൈറ്റ്. താനല്ലേ പറഞ്ഞോളൂ മലയാളിയാണെന്ന്, എന്നിട്ട് മലയാളം പറയുന്നില്ലല്ലോ. ഒക്കെ അഭിനയില്ലേ സാറേ. മീര നായർന്ന അവളുടെ പേര്. കൂടെയുള്ളതാരാ? അപ്പനെ? ആരായാലും എന്താ, നമുക്ക് നമ്മുടെ കാര്യം നടന്ന പോരെ. केशन ചേട്ടാ, പാർസൽ ഓഫീസിൽ പോയി ഇത് ഡെലിവറി എടുത്തോണ്ട് വരൂ. എത്തിക്കാണോ? ബോംബെ നയിച്ചിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വിളിച്ചു ചോദിച്ചതിന് ശേഷമല്ലേ നമ്മളോട് പുറപ്പെടാൻ പറഞ്ഞത്. ഓ, ആ പാർസൽ സൂക്ഷിക്കണം. അതിനുള്ളിൽ എന്താണെന്ന് അറിയാലോ. അറിയാം. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പക്ഷെ ഇവിടെ ആദ്യമാണ്, അതോർമ്മ വേണം. ഓ,
Operator, call to Bombay. I'll call you back. Okay. Yes? ബോംബെയിൽ നിന്ന് വന്ന മിസ് മീര നായർ അല്ലേ? What? മീര നായർ. क्या बोला? मीरा नायर? वो कौन? മലയാളത്തിൽ പറവങ്ങളെ മീരയല്ലേ? मलयालम? क्या मलयालम? आपको कुछ गलती हो गया है. मैं कोई मीरा नहीं हूँ. പിന്നെ നീ ആരാ? I can't follow your language. If you want to know something, go ask at the reception. Don't disturb me. ഐ എം സോറി. ഐ മിസ്റ്റേക്ക് യു ഫോർ മിസ് മീര നായർ. ഐ എം സോറി. അയ്യോ പാമ്പ്. അയ്യോ എവിടെ? മലയാളം? ക്യാ മലയാളം? ആപ്കോ മലയാളം നഹീ മാലൂം? ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. ആരാണ് നിങ്ങൾ? എന്ത് വേണം? ഇനി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, പെങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇരിക്കൂ. ഇരിക്കുന്നേ. നീ ബോംബെയിലെ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ഷെട്ടിയുടെ ആളാണെന്നും നിന്റെ പേര് മീര എന്നാണെന്നും നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും നിന്നെ കാണാൻ ആരൊക്കെ ഇവിടെ വന്നിരുന്നുവെന്നും എനിക്കറിയാം. നാട്യങ്ങളും ജാടകളും ഒന്നും ഇനി വേണ്ട. നിന്നെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേ തൊഴിൽക്കാരാ. നീ ചരക്ക് വിൽക്കാൻ വന്നവൾ, ഞാൻ വാങ്ങാൻ വന്നവൻ. ഇന്നയാൾക്കേ കൊടുക്കുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വില കൂടുതൽ ആര് തരുന്നോ അവർക്ക് കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞത് നുണയല്ല. ഇനി പറ, ഞാൻ എവിടെ എപ്പോ വരണം സാധനം വാങ്ങിക്കാൻ? ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പേര് ഗൗതമൻ. ഈ തൊഴിലിൽ തുടക്കക്കാരനാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടാതെ പോയത്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇത് തുടരും. അപ്പം മീരയ്ക്ക് എന്നെ ബോധ്യമാവും. ഞാൻ എപ്പോ വരണമെന്ന് പറഞ്ഞില്ല. രാത്രി വന്നാൽ മതി. എത്ര മണിക്ക്? ഒരു 10 മണിക്ക്. ഇതേ ഹോട്ടലിൽ ഇതേ മുറിയിൽ? ഉം. ആ, അപ്പൊ ഇത് വിട്ടിരിക്കട്ടെ. വേണ്ട, അത് കൊണ്ടുപോയിക്കോളൂ. എനിക്ക് മീരയെ വിശ്വാസമാണ്. അതുകൊണ്ടല്ല, ആ. രാത്രി കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ വരും രാത്രി 10 മണിക്ക് കൃത്യം. ഓക്കെ? ഉം. ഹലോ, ശേഖർ ഹിയർ. വന്ദനം സാർ. ശങ്കറാണ്, സാറിൻ്റെ ഒരു പഴയ സുഹൃത്ത്. ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ കാരണം സാറിന് ചില്ലറ മാനക്കേടൊക്കെ ഉണ്ടായി. എനിക്കതിൽ വേദനയുണ്ട്. അതിനൊരു പ്രത്യുപകാരം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ വിളിച്ചത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സാറിനെ സഹായിക്കാം. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് സ്വയം നശിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരെ രക്ഷിക്കാം. ഒപ്പം സാറിനൊരു സൽപ്പേരും ചെറിയൊരു പ്രൊമോഷനും. എന്ത് പറയുന്നു? റാസ്കൽ, എനിക്ക് പ്രൊമോഷനും സൽപ്പേരും നീ വാങ്ങിത്തരാൻ പോകുന്നു. ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ല. എന്താ സാർ? അല്ല, ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. ശരിയാ. വല്ല പോലീസോ കസ്റ്റംസോ ആയിരിക്കൂ. പോലീസോ കസ്റ്റംസോ ആണെങ്കിൽ ഇങ്ങനൊരു നാടൻ കളിക്കേണ്ട ആവശ്യം എന്താ? ചേട്ടൻ വരുന്നവരെ കാത്തിരുന്ന് തൊണ്ടിയോടെ അറസ്റ്റ് ചെയ്താൽ പോരെ? കൂടാതെ അയാൾ പൈസ ആയിട്ടാ വന്നത്. കോൺ? വേറെ എനിക്കാകെ പേടിയാകുന്നു കുഞ്ഞ്. അയാൾ പോലീസോ കസ്റ്റംസോ ബയ്യറോ ആരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അയാൾ പ്രഗത്ഭ.